ഹായ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം ഹായറച്ചിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. അവർക്ക് തലക്കൊരു അടിയും കൂടി കിട്ടിയ ദിവസമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതുവരെ ഇവർ മാത്രമാണ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരും അല്ലെങ്കിൽ ഈ തട്ടിപ്പിനെ എതിർക്കുന്നവരും കേസ് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിൽ വഞ്ചിക്കപ്പെട്ടവരും കേസ് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത ഇന്നത്തെ ഒരു ദിവസത്തിനുണ്ട്. അപ്പോൾ ഇന്ന് കേസ് എടുത്തിരിക്കുന്നത് ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ബെഞ്ചിലായിരുന്നു. ഐറ്റം നമ്പർ 3 ആയിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് വിടുന്നത്? 10 വർഷമായിട്ട് വളരെ സക്സസ് ആയിട്ട് പ്രവർത്തിക്കുന്ന കമ്പനി എന്നൊക്കെയാണ് തട്ടി വിടുന്നത്. എന്താണല്ലേ, 10 വർഷം എന്നൊക്കെയാണ് പറയുന്നത്. 2019 ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു കമ്പനി 10 വർഷമായി പോലും പ്രവർത്തിക്കുന്നത്. അത് തന്നെ കളവാണെന്ന് ഇവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും ഗവൺമെൻറ്റിനോട്, പ്രത്യേകിച്ചും പോലീസ് മേധാവിയോട് എന്തൊക്കെയാണ് നടപടികൾ എടുത്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 26/9 കേസ് മാറ്റിയിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷകരമുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഇവർക്കെതിരെയുള്ള വട്ടികൾ ഓങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും അന്ന് ഇതുവരെ എടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയും. ഇവരുടെ വക്കീൽ തന്നെ വളരെ ആവേശത്തോടു കൂടി പറയുന്നത് കേട്ടു. നമ്മുടെ MD പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. നല്ല കാര്യം അല്ലേ? ഇവർ തന്നെ പറയുകയാണ് നമ്മുടെ MD അറസ്റ്റ് ചെയ്തിരുന്നത്. അത്രയും സംഘപ്പെട്ട ഒരു കമ്പനിയാണ് ഇത് എന്നായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെയുള്ളത് അർജൻറ്റ് പെറ്റീഷനായിട്ട് 612ാമത്തെ ഐറ്റമായിട്ട് എടുത്തിരിക്കുന്ന ഒരു കേസ്. അതൊന്നും എടുത്തിട്ടില്ല, പക്ഷേ എങ്കിൽ എന്തായാലും അതിൻ്റെ ഒരു പ്രൊസീഡിങ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ PP കൗണ്ടർ ഫയൽ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേങ്കിൽ സൈറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും PP കൗണ്ടറൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PP ഇത് ഫയൽ ചെയ്യുക മാത്രമേ ഉള്ളൂ. ഇത് ഉണ്ടാക്കേണ്ടതൊക്കെ ബഡ്സ് അതോറിറ്റിയാണ്. അപ്പോൾ ബഡ്സ് അതോറിറ്റി ഇതുവരെയുള്ള ഇവരുടെ എല്ലാ ചരിത്രങ്ങളും വെച്ചിട്ട് ഒരു വലിയൊരു കൗണ്ടർ തന്നെ ഫയൽ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, അല്ലേ? അപ്പോൾ എന്തായാലും ഇവരുടെ കാര്യങ്ങളൊക്കെ പൊളിയാൻ പോവുകയാണ്. അപ്പോൾ അണയാൻ പോകുന്ന തീ ആളിക്കത്തും എന്ന് പറയുന്ന പോലെ ഉള്ള കാര്യങ്ങളാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഇനിയുള്ളത് ഈ മാസം ഇത് 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി മറ്റന്നാളുള്ള ബെയിൽ അപ്ലിക്കേഷനാണ്. അതിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. EDയുടെ കയ്യിലുള്ള കാര്യങ്ങളാണ്. അതിലൊന്നും യാതൊരുവിധ ആർക്കും തന്നെ ശങ്കയില്ലാത്ത ഉള്ള കാര്യങ്ങളാണ്. അത് ബെയിൽ കിട്ടുന്ന കാര്യം ഗോവിന്ദ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ മാസം കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നു. ഇനി 26, 27 തീയതികളിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ അർജൻറ്റ് പെറ്റീഷൻ മൂവ് ചെയ്യുമോ എന്ന് അറിയില്ല, അല്ലേ? ഇവരുടെ രീതി അനുസരിച്ചാണെങ്കിൽ, ആചാരം അനുസരിച്ചാണെങ്കിൽ അർജൻറ്റ് പെറ്റീഷൻ നാളെ തന്നെ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കേസ് ഓണത്തിന് മുമ്പേ തന്നെ തീർപ്പാക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവും. എന്തായാലും കൗണ്ടർ ഫയൽ ചെയ്യുന്നതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. കൗണ്ടർ ഫയൽ ചെയ്തിരുന്നപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും. എന്തായാലും നമ്മൾ കഴിഞ്ഞ ആ ഒരു വിധി തന്നെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, വേണമെങ്കിൽ രണ്ടാമതും ഫ്രീസ് ചെയ്യാം, അല്ലേ? ഇവർ നല്ലൊരു പരിപാടിയൊന്നല്ല ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. പക്ഷേങ്കിൽ ആ ഒരു നിയമത്തിൻ്റെ, ആ ലിമിറ്റേഷൻ ആക്ടിൻ്റെ ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവരെ വേണമെങ്കിൽ രണ്ടാമതും ഫ്രീസ് ചെയ്ത് പൂട്ടിക്കെട്ടാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഈ ഒരു ഓർഡർ തടസ്സമല്ല എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അത് തന്നെ മതി. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് നമ്മൾ രണ്ടാമത് ഫ്രീസ് ചെയ്ത് എന്ന് പറഞ്ഞ ആ ഒറ്റ വാചകം മതി ഇവരുടെ കാര്യങ്ങളൊക്കെ ഇതാകാൻ. എന്തായാലും ഇത് ഇവരുടെ ഒരു ഒളിച്ചുകളി ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവർ ഈ ഒരു കാര്യത്തിൽ അത്രയും ഉറച്ച വിശ്വാസമാണ് നിയമത്തിൽ, അല്ലെങ്കിൽ ഇവർ പറയുന്നതിൽ ഇത്രയും വിശ്വാസമുണ്ടെങ്കിൽ ഇവരെന്തിനാണ് ബഡ്സ് കോടതിയിൽ ഇവർ കേസിന് പോയിരിക്കുന്നത്? ബഡ്സ് കോടതിയിൽ ഇവർ പറയുന്നു നമ്മൾക്ക് തുറന്നു തരണം എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു ഇതെടുക്കരുത്, നമ്മളൊരു പ്രധാനപ്പെട്ട കേസ് ഹൈക്കോടതിയിലുണ്ട്. അങ്ങനെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇത് ബാധകമല്ല. എന്തിനാണ് ഹൈക്കോടതി പോകുന്നത്? ഇതിൽ തന്നെ തീരുമാനമാകുന്നുണ്ടെങ്കിൽ ഇവർ ബഡ്സ് കോടതിയിൽ പോകേണ്ട ഒരു യാതൊരുവിധ ആവശ്യമില്ല, അല്ലേ? ഈ രണ്ടാമത്തെ ഫ്രീസിങ് ഇല്ലീഗൽ ആണെങ്കിൽ ഇവിടെ തന്നെ അത് ചലഞ്ച് ചെയ്ത് അതിൻ്റെ കൈരേഖകൾ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ തുറന്നു തരുമെന്ന് പറയുകയാണ്. പക്ഷേങ്കിൽ ഇവർ അവതല്ല ചെയ്തിരിക്കുന്നത്. ഇവർ ബഡ്സ് കോടതിയിലും പോയിരിക്കുന്നു, നമ്മളെ കമ്പനി തുറന്നു തരണം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഹൈക്കോടതിയിലും പോയിരിക്കുന്നു. എന്നിട്ട് ഹൈക്കോടതിയിൽ ഇതിങ്ങനെ തള്ളി മാറ്റി വെച്ചിരിക്കുന്ന പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർ തന്നെ പറഞ്ഞു, നമ്മൾ രണ്ടാമത്തെ കേസ് CBI അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് വേറും അപ്രധാനമായിട്ടുള്ള കേസാണ്, വെറുതെ ഇവർ കൊടുത്തിരിക്കുന്ന കേസാണ് എന്ന് പറയാണ്. ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ
ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്? ഇവരുടെ സൂപ്പർ മാർക്കറ്റുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, എന്നിട്ടും ഇവരെ പിച്ച തണ്ടുകയാണ്. സൂപ്പർ മാർക്കറ്റുകളിൽ പോയിട്ട് ലാഭത്തിൻ്റെ പകുതി എടുത്തിട്ട് വിതരണം ചെയ്യാം, അല്ലെങ്കിൽ ആ പകുതി എടുത്തിട്ട് ഇവർക്ക് വക്കീലിന് പൈസ കൊടുക്കാം. എന്തുകൊണ്ട് സൂപ്പർ മാർക്കറ്റിലെ ലാഭം ഇപ്പോൾ എടുക്കുന്നില്ല? ഒരു വേലക്കാരൻ്റെ പേരിൽ ഇവർ പണം പിരിക്കാൻ കഴിയുമെങ്കിൽ വേലക്കാരൻ്റെ പേരിൽ എന്തുകൊണ്ട് സൂപ്പർ മാർക്കറ്റിലെ ലാഭം ഇവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല? അതാണ് ചോദ്യം. അപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലെ ലാഭം അവർക്ക് മാത്രമുള്ളതാണെന്നും അത് നടത്തിക്കൊണ്ട് പോകുന്നവന് പോലും പട്ടിണിയാണെന്നും ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇത് വെറും റോളിങ് മാത്രമാണെന്നും ആൾക്കാരെ ചേർക്കാൻ പറ്റാത്തത് കൊണ്ട് പൈസ കിട്ടുന്നില്ല എന്നും മനസ്സിലാക്കുക. ആൾക്കാരെ ചേർത്തിട്ടുള്ള വരുമാനമാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ബൈ.